രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അതാണ് മഹാവീര്യോ ദ്യുതിമാൻ, പ്രകാശത്തോടുകൂടിയവൻ. ഈ പ്രകാരത്തിലുള്ളതായ മനസ്സ്, ബുദ്ധി, തെളിഞ്ഞ മനസ്സും ബുദ്ധിയും ഉള്ളയാള് വളരെയേറെ പ്രകാശപൂർണനായിരിക്കും. അയാളുടെ കണ്ണുകളിൽ നിന്നിട്ട്, മുഖത്ത് നിന്നിട്ട് ആ പ്രകാശം, സ്നേഹത്തിന്റെ, ഈശ്വരീയതയുടെ പ്രകാശം എമ്പാടും വ്യാപിക്കും. രാമനെ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും അവതരിപ്പിച്ചു തന്ന നമ്മുടെ കലാകാരന്മാര് ആ തേജസ്സിനെ നമുക്ക് ആ രൂപത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ദ്യുതിമാൻ, ധൃതിമാൻ, ധൈര്യമുള്ളവൻ. ഈ ലോകത്തിൽ ഒന്നിനും അദ്ദേഹത്തെ ഭയപ്പെടുത്താനാവില്ല, അദ്ദേഹത്തെ നിയന്ത്രിക്കാനാവില്ല. അദ്ദേഹം തന്റേതായിരിക്കുന്ന ആ അധ്യാത്മമായ ശക്തിയാൽ ധർമ്മത്തെ പൂർണ്ണമായും പ്രവർത്തിപ്പിക്കുന്നവനായി തീരും. അതാണ് ധൃതിമാൻ, ധൈര്യമുള്ളവൻ. വശി, ഇന്ദ്രിയങ്ങളെ മുഴുവൻ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം തന്റെ നിയന്ത്രണത്തിൽ കീഴിൽ നിർത്തിയിരിക്കുന്നവൻ. ഈ ഇന്ദ്രിയങ്ങള് തേരിൽ കെട്ടിയിരിക്കുന്ന കുതിരകളെ പോലെയാണ്. ആ കുതിരകളെയെല്ലാം കടിഞ്ഞാടുകൊണ്ട് ഭംഗിയായി നിയന്ത്രിച്ചു നിർത്തണം. അതാണ് സാരഥിയുടെ ജോലി. കുതിരകളെ യഥേച്ഛം ഓടാൻ വിട്ടാലോ, അല്ലെങ്കിൽ കുതിരകൾ സാരഥിയെ ധിക്കരിച്ചുകൊണ്ട് അതിന് ഇഷ്ടമുള്ള വഴിയിൽ കൂടി ഓടിയാലോ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കുതിരകളും വാക്ക്, പാണി, പാദം, ഉപസ്ഥം, പായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങളാകുന്ന കുതിരകളും അതിനതിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതതിന്റെ മണ്ഡലങ്ങളിൽ കൂടി ഓടിയാലോ, പിന്നെ ആ ജീവിതം ഏറ്റവും വിഷമകരമായി തീരും, അപകടകരമായി തീരും. ആ തേര് ഉടഞ്ഞു പോകും, തകർന്നു പോകും. ലോകചരിത്രം മുഴുവൻ നാം ഇത് കാണുന്നു, ഇതിന് ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. ദൈനംദിന ജീവിതത്തിലും ചുറ്റുപാടും ഇതിന് ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രണത്തിന് കീഴിൽ നിർത്തണം. അധ്യാത്മ സാധനയിൽ, വിശേഷിച്ചും രാജയോഗ സാധനയിലേക്ക് വരുമ്പോഴേക്കും യമ നിയമങ്ങൾ ആദ്യം നേടണം. അഷ്ടാംഗയോഗ പദ്ധതിയിലെ 1ഉം 2ഉം കാര്യങ്ങൾ നാം നേടേണ്ട അംഗങ്ങൾ യമവും നിയമവുമാണ്. ഇത് രണ്ടും ഉറച്ചയാള്, ആ ആളാണ് വശി. ആ ആളിനാണ് ഇന്ദ്രിയങ്ങൾ കീഴടങ്ങി നിൽക്കുന്നത്. പിന്നെയോ ബുദ്ധിമാൻ, ബുദ്ധിയുള്ളയാള്. ബുദ്ധിമാൻ ഒരിക്കലും ഈ ലോകത്തോട് കലഹിക്കില്ല, ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയോടും കലഹിക്കില്ല. ഇങ്ങോട്ട് അപകാരം ചെയ്താലും ഉപകാരം ചെയ്താലും അതിൽ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. പകരമായിട്ട് ഉപകാരങ്ങളുടെ വലിയ വലിയ മഹാവർഷം, മഴ പോലെ പെയ്യുന്ന അവസ്ഥ, മഹാവർഷം തന്നെ, പൂമഴ തന്നെ, ഉപകാരങ്ങളുടെ പൂമഴ അത് തന്നെ ചൊരിയും. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. ബുദ്ധിമാൻ ഞാൻ പരമാത്മാവ് തന്നെ എന്ന് അനുഭവിച്ചറിയുന്ന തലം വരെ എത്തി നിൽക്കുന്നു. പരമാത്മജ്ഞാനം നമ്മിൽ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മിൽ ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടാകുന്നു. അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ബുദ്ധി വികാസം സംഭവിച്ചിട്ടുള്ളയാള് ബുദ്ധിമാൻ. അതാണ് ശ്രീരാമൻ എന്നറിയണം. നീതിമാൻ, നീതിയും ന്യായവും ഒക്കെ നമുക്ക് നന്നായി അറിയാം. ആ നീതിയെ വളരെ ഭംഗിയായി പ്രവർത്തിപ്പിക്കുന്നവൻ. അവിടെ ആർക്കും സ്വാധീനിക്കാനാവില്ല, ആരുടെയും പക്ഷം പിടിക്കില്ല. നീതി നടത്തുന്ന കാര്യത്തില് അങ്ങേയറ്റം ശുദ്ധമായിട്ടുള്ള മനസ്സും നിഷ്പക്ഷമായ മനസ്സും പ്രവൃത്തി രീതിയും ആയിരിക്കും.
അങ്ങനെ നീതിമാൻ, വാഗ്മി, നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്നയാള്, വളരെ വിസ്തൃതമായ കാര്യങ്ങൾ പോലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ എളുപ്പത്തില് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് സ്നേഹമസൃണമായിട്ട് കൂടി പറഞ്ഞ് ധരിപ്പിക്കാൻ ശേഷിയുള്ളയാള്. ആ ആളാണ് വാഗ്മി. രാമൻ അങ്ങനെയുള്ളയാളാണ്. ശ്രീമാൻ ശത്രുനിബർഹണ, ശ്രീമാൻ ഐശ്വര്യത്തോടുകൂടിയവൻ. മഹാലക്ഷ്മി രാമനിൽ കളിയാടുന്നു. ഐശ്വര്യദേവത രാമനിൽ കളിയാടുന്നു. അങ്ങനെ ഐശ്വര്യത്തിന്റെ പരിപൂർണതയാണ് മഹാലക്ഷ്മി എന്ന് നാം അറിയണം. ആ മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിന്റെ നേരിയൊരംശമാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഐശ്വര്യമായി, സമ്പത്തായി നാം കാണുന്നത്, നാം അറിയുന്നത്. അപ്പോ ആ മഹാലക്ഷ്മിയുടെ ആ ഐശ്വര്യ ആധിക്യം അത് നമ്മുടെ ബുദ്ധിക്കൊന്നും മനസ്സിനൊന്നും വിധേയമല്ല. അങ്ങനെയുള്ള ആ മഹാലക്ഷ്മി സമ്പൂർണമായിട്ടും ആരിലാണോ ശോഭിക്കുന്നത് അതാണ് ശ്രീമാൻ എന്ന വാക്കുകൊണ്ട്. അത് ഈ രാമനിലാണ്. രാമൻ ശ്രീമാനാണ്. മഹാലക്ഷ്മിയുടെ സ്ഥാനം ഏതെന്നറിയോ? മഹാവിഷ്ണുവിന്റെ മാറിടത്തിലാണ്. മഹാവിഷ്ണുവിന്റെ മാറിടത്തിൽ മഹാലക്ഷ്മി ഇരിക്കുന്നു. അപ്പോൾ മഹാവിഷ്ണുവിൽ ഐശ്വര്യത്തിന്റെ ആ പൂർണ്ണത നമുക്കതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ആ മഹാവിഷ്ണു തന്നെയാണ് രാമനായിട്ട് ഇതാ ത്രേതായുഗത്തില് അവതരിച്ചിരിക്കുന്നത്. ആ രാമനിൽ ഐശ്വര്യം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്നു. സാധാരണ ഐശ്വര്യം ചഞ്ചലമാണ്, നമുക്കറിയാം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. നാം ഇത് കേട്ടിട്ടുണ്ടല്ലോ വളരെ പണ്ട് മുതൽക്ക് തന്നെ. ഇതാണ് ലോക യാഥാർത്ഥ്യം. വളരെ പെട്ടെന്ന് സമ്പത്തിന്റെ ഉയരങ്ങളിലെത്തും, വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീഴുകയും ചെയ്യും. സമ്പത്ത് ചഞ്ചലമാണ്, ഐശ്വര്യം ചഞ്ചലമാണ്. ഐശ്വര്യം ചാഞ്ചല്യം കൂടാതെ നിൽക്കുന്നത് ഒരിടത്ത് മാത്രം, മഹാവിഷ്ണുവിൽ മാത്രം, ശ്രീരാമചന്ദ്രനിൽ മാത്രം. മഹാവിഷ്ണു തന്നെയാണല്ലോ ശ്രീരാമചന്ദ്രൻ. ആ അദ്ദേഹത്തിൽ മാത്രമേ അചഞ്ചലമായിട്ട് ഐശ്വര്യം നിൽക്കൂ, ലക്ഷ്മി ഭഗവതി നിൽക്കൂ. നമ്മിൽ ഐശ്വര്യം അചഞ്ചലമായി നിൽക്കും. അതിനുള്ള വഴി എന്തെന്നറിയോ? ആ മഹാവിഷ്ണുവിനെ നമ്മുടെ ഹൃദയത്തില് മാറ്റമില്ലാതെ പ്രതിഷ്ഠിക്കുക. ആ വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഹൃദയത്തില് യാതൊരു മാറ്റവും കൂടാതെ സ്ഥിരമായി പ്രതിഷ്ഠിക്കുക. വിഷ്ണു നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നാൽ, രാമൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നാൽ, നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നാൽ മഹാലക്ഷ്മി അവിടെ തന്നെ നിൽക്കും. രാമന്റെ ഹൃദയത്തിലാണ് മഹാലക്ഷ്മി, വിഷ്ണുവിന്റെ ഹൃദയത്തിലാണ് മഹാലക്ഷ്മി. വിഷ്ണു നമ്മുടെ ഹൃദയത്തിലും. പിന്നെ മഹാലക്ഷ്മി എങ്ങനെയാണ് നമ്മിൽ നിന്നിട്ട് ദൂരേക്ക് പോവുക? ഐശ്വര്യം നമ്മിൽ സ്ഥിരമായിരിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അല്ലാതെ സമ്പത്ത് നേടാനുള്ള മാർഗങ്ങളുടെ പിന്നാലെ മാത്രമായിട്ട് ഓടി നടന്നു കഴിഞ്ഞാൽ അനശ്വരമായിരിക്കുന്ന നഷ്ടപ്പെടാതുള്ളതായ ഐശ്വര്യം നമുക്ക് കൈവരികയില്ല. അതാണ് ശ്രീമാൻ. രാമൻ ശ്രീമാനാണ്. അങ്ങനെയുള്ള രാമനോ ശത്രുനിബർഹണ, ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നവനാണ്. ആരാണ് രാമന്റെ ശത്രു? അധർമ്മം. ആരാ രാമൻ? രാമൻ ധർമ്മം. ധർമ്മമാണ് രാമൻ. ഈ വാൽമീകി രാമായണത്തില് അനേകം ഇടങ്ങളില് പല പല കഥാപാത്രങ്ങളെ കൊണ്ട് വാൽമീകി മഹർഷി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. വിഗ്രഹം, മൂർത്തി. ആ മൂർത്തിയെ കാണുമ്പോഴേക്കും നാം ധർമ്മത്തെ അറിയുന്നു. ധർമ്മത്തെ നമുക്ക് കാണിച്ചു തരുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന രൂപം, അതാണ് വിഗ്രഹം. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ധർമ്മം എന്നുള്ളത് പരമാത്മാവ് തന്നെ. ഈ ലോകത്തെ മുഴുവൻ ആരാണോ
നിലനിർത്തുന്നത്. അതാണ് ധർമ്മം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് ആ പരമാത്മാവാണ്. പരമാത്മാവിൽ പ്രപഞ്ചം ഉണ്ടാകുന്നു, പരമാത്മാവിൽ പ്രപഞ്ചം നിലനിൽക്കുന്നു, പരമാത്മാവിൽ പ്രപഞ്ചം ലയിക്കുന്നു. ധർമ്മം എന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരമാത്മാവാണ്. ആ പരമാത്മാവിന്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ധർമ്മത്തെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ല, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ ഇല്ല. കാരണം അതിന് ഒരു പ്രത്യേക രൂപമില്ല. അങ്ങനെ അരൂപമായിരിക്കുന്ന ധർമ്മമെന്ന ആ പരമതത്വം നമുക്ക് കാണാൻ പാകത്തിന് ഇങ്ങനെ ഒരു മനുഷ്യന്റെ രൂപം കൈവരിച്ചാൽ അതിന് ദാശരഥി എന്ന് പറയും. ദശരഥപുത്രനായിരിക്കുന്ന രാമൻ എന്ന് പറയും. അങ്ങനെ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. അങ്ങനെ ധർമ്മമൂർത്തിയായിരിക്കുന്ന രാമന്റെ ശത്രു ആരാണ്? അധർമ്മം, വേറൊന്നുമല്ല. അങ്ങനെയുള്ള അധർമ്മത്തെ രാമൻ വച്ചേക്കുവോ? ഇല്ല. അധർമ്മത്തെ രാമൻ ധ്വംസിച്ചിരിക്കും. അതാണ് ശത്രു നിബർഹണ, ശത്രുവിനെ സംഹരിക്കുന്നവൻ. രാമൻ അനേകം രാക്ഷസീ ഭാവങ്ങളെ സംഹരിക്കുന്നത് നാം ഇവിടെ കാണും. അതിലേറ്റവും പ്രധാനം രാവണൻ തന്നെ. മറ്റ് രാക്ഷസീ ഭാവങ്ങൾക്കെല്ലാം സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരെയെല്ലാം ഈ ലോകത്തെ ആക്രമിക്കുവാനുള്ള ആ പന്ഥാവിൽ നിലനിർത്തി പോകുന്നത് രാവണനാണ്. അവരുടെ എല്ലാം ചക്രവർത്തിയായിരുന്നു രാവണൻ. ആ രാവണനെ രാമൻ സംഹരിച്ചു. ഇനി ഇതിലൊരു കാര്യം കൂടി നമ്മൾ അറിയണം. ശത്രു നിബർഹണ എന്നുള്ളതായ ആ വാക്ക്, ശത്രുവിനെ സംഹരിക്കുന്നവൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം കുറെ കൂടി സൂക്ഷ്മമായിട്ട് നാം മനസ്സിലാക്കണം. രാമൻ ശത്രുവിനെ സംഹരിക്കുന്നത് ആ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന, അധർമ്മത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, അധർമ്മത്തിന്റെ സ്ഥാനത്ത് അധർമ്മത്തിന് വേണ്ടിയിട്ട്, അധർമ്മം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ ഉണ്ടാകുമല്ലോ. ആ വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, ആ വ്യക്തി പിന്തുടരുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന അധർമ്മത്തോടുള്ള ആ അനിഷ്ടം കൊണ്ടാണ്.